എടാ എടാ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് വിളിച്ചാ മതി, ഞാൻ അപ്പം ഇറങ്ങി വരാം. നിന്റെ ഒരു വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കും. ഇപ്പൊ വിളിക്ക്, ഇപ്പൊ വരാ ഞാൻ. ലവ് യു. ഇറങ്ങി വരാനൊന്നും പറ്റില്ല, കാത്തിരിക്കാം. എത്ര നാൾ വേണോ കാത്തിരിക്കാം. എൻ്റെ ഈ കഴുത്തിൽ വേറൊരാൾ താലി കെട്ടില്ല. ഒരുപാടൊന്നും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വീട്ടിൽ നല്ല കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. ഇതിലും നല്ല എന്തെങ്കിലും വന്നാൽ ഞാൻ പോകും. പിന്നെ യാത്ര അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഈ വരുന്ന ഏപ്രിൽ 15 എൻ്റെ കല്യാണമാണ്. നീ ഫാമിലിയായിട്ട് വരണം. വ്യാജ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാവാതിരിക്കുക. കിങ്ങിണി മാറ്റണം. അതെ, നമുക്ക് ഈ പേരൊന്ന് മാറ്റണം. കിങ്ങിണി മാട്രിമോണി കേൾക്കുമ്പോൾ തന്നെ സുഖം. അയ്യോ സാറേ, അതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. ഈ മാട്രിമോണിയുടെ പേര് കിങ്ങിണി, അതാണ് ഈ ബിസിനസിന്റെ പേര്. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ബ്രോക്കർ ഫാമിലി. അതെ അതെ. വല്യപ്പച്ചൻ ദല്ലാല് വാസു, പിന്നെ അപ്പച്ചൻ സുഗുണൻ, ഇപ്പന്ന ഒരു ചെറിയ മാട്രിമണി ബിസിനസ്. അത് പാവേന്റെ അമ്മമ്മ കിങ്ങിണിയുടെ പേര് തന്നെ ഇരിക്കട്ടെ. ഇനി അതിന്റെ പേര് ഒരു പ്രശ്നം വേണ്ട കേട്ടോ. അവൻ്റെ ഒരു തളപതി. എടാ, ഈ ഭയങ്കര പേരൊന്നിട്ട് ബിസിനസ് നടക്കൂല. എടാ, പ്രേമം തന്നെ പൈങ്കിളിയല്ലേ, അപ്പൊ കല്യാണവും കുറച്ച് പൈങ്കിളിയാവാം. ഓഹോ, എന്നാലേ ആള് വരത്തുള്ളൂ. മനസ്സിലായ? ശരി രാജ. അതെ, നമ്മുടെ ഗായത്രി ചേച്ചി ഓഫീസ് പേര് വിളിച്ചു. പകരം പുതിയൊരാളെടുത്തു. അതൊരു പെണ്ണാന്നാ ഞാൻ കേട്ടത്. ശരിക്കും? ആ പെൺകുട്ടി മാരീഡ് ആണോ? അല്ലാന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ വരുമ്പോ തന്നെ ആ കുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് മേടിക്കാം. എടോ, തനിക്കിങ്ങനെ ബാക്കിയുള്ളവരുടെ ജീവിതം ഉണ്ടാക്കാണ് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൂടെ? എടാ, ഇവിടെ വരുന്ന പല പ്രൊഫൈലിലെ പെമ്പിള്ളേരോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനെങ്ങാനും അവളെ കെട്ടിയ അവളെ വീട്ടുകാർ തരാനുള്ള കമ്മീഷൻ നിന്റെ അപ്പൻ എനിക്കൊണ്ട് തരത്തില്ലല്ലോ. എടോ, താൻ പറഞ്ഞ പോയിന്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തിനാ താൻ എൻ്റെ അപ്പനോട് കെയർ ഓഫ് എനിക്ക് മനസ്സിലായി. അതാ ഫ്ലോയിൽ വന്നാൽ മതി. സോറി. ഓ, തൻ്റെ ആ ഫ്ലോയിൽ ഉണ്ടാക്കാനുള്ളതാണല്ലോ എൻ്റെ അപ്പം. നീ ഒന്ന് ക്ഷമിക്കണം മോനെ, അതേ കുട്ടി വരട്ടെ. നിനക്കൊന്ന് ഒരു ഫോട്ടോഷൂട്ട് ഇല്ലടാ, ഒരു സേവ് ദ ഡേറ്റ്. അത് ഉച്ചേനടാ. മണി 10 ആയില്ലേ, നീ നേരത്തെ തന്നെ വിട്ടോ. എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്യേ. ഓ, എന്നെ പറഞ്ഞോട്ടിട്ട് ആ പെങ്കുച്ചിന് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണല്ലേ. ശരി, നടക്കട്ടെ, ഞാൻ പൊക്കോളാം. ലാൽസലാം. ലാൽസലാം പാട്ടി. അതെ, ചെറിയൊരു ഉപദേശം. ഈ പെങ്കുച്ചിനെങ്കിലും തന്നെ കിങ്ങിണി മാട്രിമോണിയിൽ പ്രൊഫൈലിൽ കയറ്റാണ്ട് മനസ്സിൽ കയറ്റാൻ നോക്ക്. നോക്കാം. കിട്ടുമല്ലോ. ഞാൻ നല്ല ബെസ്റ്റ് സ്ഥലത്താ വന്നത്. ഇതിലും നല്ലത് ഓഫീസ് സ്പേസ് കിട്ടാണ്ടിരിക്കുന്നതായിരുന്നു. ഞാൻ വിളിക്കാവേ. ദേ ഓഫീസിലെത്തി. ഹായ്, ഷാനല്ലേ? ഞാൻ മേക്ക. ഗായത്രി ചേച്ചി പറഞ്ഞിരുന്നു ഓഫീസിലെ. ഞാനിവിടെ വർക്ക് ചെയ്തോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? നമുക്കൊരു കുടുംബമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് പോവാല്ലോ. കുടുംബോ? അല്ല, എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടിക്കുണ്ട്, അങ്ങനെ ഒരു കുടുംബമായിട്ട്. ഈ വണ്ടി എങ്ങോട്ടോ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. ഓക്കെ. എടോ, താനൊരു ഹെൽപ്പ് ചെയ്യോ? ഇതൊന്ന് പിന്നെന്താ, ഇതൊക്കെ ഈസിയല്ലേ. ബോർഡല്ലേ നമ്മളത്ര വെച്ചിട്ടുള്ളതാ. ഡിവോഴ്സ് കൺസൾട്ടന്റാ? ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിലും ഫാമിലി കോർട്ട് കേസസ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാറ്. പിന്നെ ഈ ഫാമിലി കൗൺസിലിംഗും ചെയ്യാറുണ്ട്. അതല്ലേ തന്നോട് ഞാൻ ആദ്യം ചോദിച്ചത്, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിലെന്ന്. എന്നാ ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്.
താനിപ്പോ ഇവിടെ ഇറങ്ങണം. അതൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടെ 4 മാസത്തെ അഡ്വാൻസ് കൊടുത്തിട്ടാ വന്നേ. ആ പൈസ മേടിച്ചെന്നോളാം. എനിക്ക് വേണ്ട ആ പൈസ. അയ്യോ, അത് തനിക്ക് നഷ്ടമല്ലേ? അതല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ക്ലയൻസിനെല്ലാം ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തേ. ഇനി അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. എടോ, തന്റെ ബിസിനസ് എന്റെ വർക്കിനെ ബാധിക്കുന്നേ. എടോ, തന്റെ ക്ലയന്റ് വേറെ, എന്റെ ക്ലയന്റ് വേറെ. അയ്യോ, അതല്ല. ഞാനിവിടെ ബന്ധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താൻ അപ്പുറത്തുനിന്ന് ബന്ധങ്ങൾ പിരിക്കാനല്ലേ ശ്രമിക്കുന്നത്? അതൊന്നും നടക്കത്തില്ല ഇവിടെ. ഷാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താൻ ഇറങ്ങിപ്പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അയ്യേ, എന്റെ പട്ടി പോകും. വന്ന ദിവസം തന്നെ എന്റെ അടുത്ത് അടി ഉണ്ടാക്കാനാ ഭാവെങ്കിൽ താൻ എന്റെ തനി സ്വഭാവം അറിയും. ഓഹോ, അത്രയ്ക്കായ? എന്നാ താൻ എഴുതി വെച്ചോ, തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ ഞാൻ കെട്ടിട്ടിരിക്കും. നോക്കി കാണാം ആരാ പോന്നത്. കാണാം. ഓ, ഒന്ന് പോ. നീ ഓടി. എന്നാലും നീ എന്തിനാ വന്ന ദിവസം തന്നെ അവനോട് അടി ഉണ്ടാക്കാൻ നിന്നെ? പിന്നെ വന്ന ദിവസം തന്നെ എന്നെ അവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്തായാലും കൊള്ളാം. ഒരാൾ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നു, മറ്റേയാൾ ബന്ധങ്ങൾ തകർത്തെറിയുന്ന ഡിവോഴ്സ് ലോയർ. നല്ല രസമുണ്ട്. കാണാൻ ആര് ജയിക്കുന്നു? അത് കാണാനൊന്നുമില്ല, ഞാൻ തന്നെ ജയിക്കും. നീ കണ്ടോ, എന്നെ അവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചവനെ ഞാൻ തന്നെ പുറത്താക്കും. കാണാം. നീ കുളിച്ചെങ്കിൽ അവിടുന്ന് മാറ, ഞാനൊന്ന് കുളിക്കട്ടെ. ഞാനും കൂടെ വരട്ടെ. പോടി അവിടെ. അവളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്താക്കണം. അവളെ ഓഫീസിൽ ഡൈവോഴ്സ് വാങ്ങാൻ വരുന്നവരെ എങ്ങനെയെങ്കിലും ക്യാൻവാസ് ചെയ്ത് സെക്കൻഡ് മാരേജ് ചെയ്യിപ്പിച്ചാലോ? എൻ്റെ ക്ലയൻസിനെ എങ്ങനെ ക്യാൻവാസ് ചെയ്യാന്നായിരിക്കും അവനിപ്പോൾ വീട്ടിലിരുന്ന് ചിന്തിക്കുന്നത്. അതിനൊരു പണിയുണ്ട്. പ്രണയമാണ് ഈ ലോകം പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് പ്രണയം വിജയിക്കട്ടെ, കല്യാണങ്ങൾ നടക്കട്ടെ. ഇഷ്ടമില്ലാത്തവരോട് ജീവിക്കുന്നത് നല്ലത് മരിക്കുന്നതാ. ഡിവോഴ്സ് വിജയിക്കട്ടെ. നാണമില്ല ഇങ്ങനെ പറയാൻ. ഒരാളുടെ കുടുംബം കൊണ്ടുപോകുമ്പോ നിനക്ക് എന്ത് കിട്ടും? ഫീസ് കിട്ടും. കല്യാണത്തിലൂടെ ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുവോ തനിക്ക് എന്ത് കിട്ടും? എനിക്കും ഫീസ് കിട്ടും. ഓ, അതേതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിന് പിടിച്ചു വാങ്ങുന്ന സ്ത്രീധന തുക അല്ലേ? ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഇതാണ് ഞാൻ ചെയ്ത സാമൂഹിക സേവനം. ഈ കയ്യൂക്കിന്റെ ഭാഷയിൽ നിന്ന് പെണ്ണിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവരുടെ കയ്യിൽ നിന്നും പാവപ്പെട്ട പെൺകുട്ടികളെ ഞാൻ രക്ഷിക്കുന്നു. എടി മോളെ, ഇമ്പുള്ളതാണ് കുടുംബം. അത് ചേർത്ത് വെക്കുന്ന ഞാൻ, കിങ്ങിണി മാട്രിമോണി. ഓ, കുടുംബം ഇമ്പം ഉള്ളതാണല്ലോ കുടുംബം. അതിനാദ്യം നല്ല കുടുംബത്തിൽ പറക്കണം. ഓ, ഞാൻ ആശുപത്രിയിലാ പറഞ്ഞേ. തന്റെ പൈസ ഇല്ലാത്തോണ്ടാണോ താൻ കുടുംബത്തിൽ പറഞ്ഞേ? നിന്റെ അച്ഛനും അമ്മയെ സെപ്പറേറ്റ് ആയോണ്ടല്ലേ നീ ബാക്കിയുള്ളവരെ പിരിക്കാൻ നടക്കുന്നേ? അത് ശരി, നാട്ടുകാരുടെ കുടുംബം മൊത്തം കുളന്തോട്ടിട്ട് നീ ഇവിടെ പ്രൊഫൈലിട്ട് കളിക്കുകയല്ലേ? അത് എൻ്റെ മാട്രിമോണി. മേഘ നായർ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, നല്ല കുടുംബിനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ജാതി മതവും പ്രശ്നമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. തൽക്കാലം നിനക്ക് ഞാൻ വേറെ പ്രൊഫൈലൊന്നും തരുന്നില്ല.
കമ്പനിയുടെ മുതലാളി തന്നെ നിനക്ക് റിക്വസ്റ്റ് അയക്കും. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് അവന്റെ സൈറ്റിൽ കയറി പ്രൊഫൈൽ ഇടാൻ തോന്നിയത്. പണ്ടാരം മാറ്റിയതുമില്ല. ഓ, മുതലാളി തന്നെ റിക്വസ്റ്റ് ഇട്ടു. ഓ